ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആഴമായ പഠനങ്ങളിലൂടെയാണ് നമ്മൾ ഈ നാളുകളിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കുവാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ദൈവപുത്രൻ്റെ 3 അവതാരങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ് എന്നാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറയാൻ ശ്രമിച്ചത്. 3 അവതാരങ്ങളെന്ന് പറയുന്നത് 1 വചനാവതാരമാണ്, 2 മനുഷ്യാവതാരമാണ്, 3 അപ്പാവതാരമാണ്. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഒന്നാമത്തെ അവതാരം വചനാവതാരം. അതിൻ്റെ ബൈബിൾ ടെക്സ്റ്റും കൂടെ പറയാൻ പറ്റുമോ? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. രണ്ടാമത്തേത് മനുഷ്യാവതാരം, മനുഷ്യനായി അവതാരമെടുത്തു. ബൈബിൾ ടെക്സ്റ്റ് ഏതാണ്? യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 14-ാം വാക്യം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നാം ദർശിച്ചു. അതാണ് രണ്ടാമത്തെ അവതാരത്തിൻ്റെ ബൈബിൾ വാക്യം, യോഹന്നാൻ 1:14. മൂന്നാമത്തെ അവതാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുകയായിരുന്നു. 3-ാമത്തെ അവതാരം അപ്പാവതാരമാണ്. അവൻ അപ്പമായി അവതാരമെടുത്തു. അപ്പാവതാരത്തിൻ്റെ ബൈബിൾ ടെക്സ്റ്റ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനമാണ്. അപ്പോൾ ഈ 3 വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവപുത്രൻ്റെ 3 അവതാരങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങളിൽ ആദ്യത്തെ 2 കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അനാദിയിൽ പിതാവിൻ്റെ മനസ്സിൽ ദൈവപുത്രൻ വചനമായി അവതാരമെടുത്തു. അനാദിയിൽ ഈ വചനാവതാരം എന്നാണ് നടന്നത്, എവിടെയാണ് നടന്നത് എന്ന് സൂചിപ്പിക്കുന്ന വാക്യമാണത്. അനാദിയിൽ പിതാവിൻ്റെ മനസ്സിൽ ദൈവപുത്രൻ വചനമായി അവതാരമെടുത്തു. വാക്ക് ഒരുവൻ്റെ ഉള്ള് വെളിപ്പെടുത്തുന്ന മാധ്യമമാണ്. പിതാവിനെ നമുക്ക് മനസ്സിലായത്, പിതാവിൻ്റെ മനസ്സ് നമുക്ക് മനസ്സിലായത് വചനത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ, പുത്രനായ യേശുവിലൂടെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ സംഭവിക്കുകയായിരുന്നു. വചനാവതാര കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളെല്ലാം കേൾവിയിലൂടെ ഉണ്ടായതാണ്. കേൾവിയിലൂടെ അല്ലാതെ മറ്റൊരു വിധത്തിലും പഴയ നിയമ കാലഘട്ടത്തിൽ മനുഷ്യൻ ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നോഹയുടെ ദൈവാനുഭവവും അബ്രാഹത്തിൻ്റെ ദൈവാനുഭവവും മോശയുടെ ദൈവാനുഭവവും ഒക്കെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ശ്രമിച്ചത്. പിന്നീട് പഴയ നിയമത്തിലൂടെ കേൾവിയിലൂടെ ഉണ്ടായ ദൈവാനുഭവങ്ങളെ കുറേ കൂടെ വ്യക്തത നമുക്ക് നൽകുന്നതിന് വേണ്ടി, കുറേ കൂടി ആഴമായി നമുക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിൽ മറ്റൊരു മാർഗം കണ്ടെത്തി. അതാണ് 2ാമത്തെ അവതാരമായ മനുഷ്യാവതാരം. കാലത്തിൻ്റെ തികവിൽ മറിയത്തിൻ്റെ ഉദരത്തിൽ ദൈവവചനം മാംസം ധരിച്ച് മനുഷ്യനായി അവതാരമെടുത്തു. അതാണ് 2ാമത്തെ അവതാരം. മനുഷ്യനായി അവതാരമെടുത്തത് മുതൽ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങൾ വർദ്ധിക്കുകയായിരുന്നു. അതുവരെ കേൾവിയിലൂടെ മാത്രമുണ്ടായ ദൈവാനുഭവം മനുഷ്യാവതാരം മുതൽ കാണാനും കേൾക്കാനും അടുത്തിരിക്കാനും കയ്യിലെടുക്കാനും പറ്റുന്ന ഒരു വ്യക്തിയായി ദൈവം മാറുകയായിരുന്നു. ദൈവം ഇറങ്ങി വരികയായിരുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങൾ വർദ്ധിച്ചു. ദൈവത്തെ കാണാൻ കഴിഞ്ഞു. അതൊരു വലിയ ഭാഗ്യമാണ്. അതിനേക്കാൾ വലിയൊരു ഭാഗ്യം നമുക്ക് കിട്ടാനില്ല. ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായം 31-ാം വാക്യം. ബൈബിളുള്ളവരൊന്ന് തുറക്കുക. ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ, സകല ജനത്തിനും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. സകല ജനത്തിനു വേണ്ടി ഒരുക്കിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ക്രിസ്തുവിനെ
നവജാത ശിശുവിൻ്റെ രൂപത്തിൽ കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ കാണാൻ കഴിഞ്ഞപ്പോഴുണ്ടായ ഭാഗ്യം, ആ ദിവ്യ പൈതലിനെ കയ്യിലെടുക്കാനും ചങ്കോട് ചേർത്ത് പിടിക്കാനും കഴിഞ്ഞപ്പോൾ വൃദ്ധനായ ശമയോനുണ്ടായ ദൈവാനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതാ സകല ജനത്തിനു വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. മനുഷ്യൻ്റെ സ്ഥലകാല പരിമിതികളിലേക്ക് ദൈവം ഇറങ്ങി വന്നതാണ് മനുഷ്യാവതാരമെന്ന് നമുക്കറിയാം. കാലത്തിന് അതീതനായ ദൈവം 33 വർഷത്തിൻ്റെ കാലയളവിനുള്ളിലേക്ക് ഇറങ്ങി വന്നു. ലോകത്തിന്, പ്രപഞ്ചത്തിന് ഉൾക്കൊള്ളാനാവാത്ത വിധം സർവ്വവ്യാപിയായ ദൈവം ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടി. അതാണ് ദൈവത്തിൻ്റെ ശൂന്യവൽക്കരണമായ മനുഷ്യ അവതാരം. അതുകൊണ്ട് ദൈവം ചെറുതായി മനുഷ്യനായതോടുകൂടെ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങൾ വാനോളം വളരുകയായിരുന്നു. അതിനേക്കാൾ വലിയൊരു ഭാഗ്യം നമുക്ക് കിട്ടാനില്ല. ദൈവം നമ്മുടെ കൂടെയായി. അതാണ് മനുഷ്യാവതാരത്തിലൂടെ സംഭവിച്ചത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നാം ദർശിച്ചു. ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന വ്യക്തിയായി മാറി. അതുവരെയുള്ള കാലഘട്ടത്തിൽ ദൈവം ശ്രവിച്ച കേട്ട ഒരു സ്വരത്തിൻ്റെ ഓർമ്മയായിരുന്നു. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ കൂടെ വസിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവം. ആ ഒരു അനുഭവമാണ് പഴയ നിയമ കാലഘട്ടത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യനുണ്ടായ മഹാഭാഗ്യം. ഇനി ആ കാലഘട്ടത്തിൽ ഈശോ മനുഷ്യനായി നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഈശോയെ കാണണമെങ്കിൽ ഈശോ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരാൾ ചെല്ലണമായിരുന്നു. ഒരു സമയത്ത് ഒരു സ്ഥലത്തുള്ളവർക്ക് മാത്രമേ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാനും അവനെ കാണാനും കഴിയുമായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈശോ യൂദയായിലെ ജെറുസലേമിൽ ഉള്ള കാലത്ത് ദേവാലയത്തിൽ വന്ന സമയത്ത് ഗലീലിയായിലുള്ളവനോ സമറിയായിലുള്ളവനോ ഈശോയെ കാണാനാവില്ല. എന്ന് പറഞ്ഞാൽ ഈശോ എവിടെയുണ്ടോ അവിടേക്ക് ആ സമയത്ത് ചെന്നാൽ ആ വ്യക്തിയെ ഈശോയെ കാണാം, കേൾക്കാം, അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാം, അവനിൽ നിന്ന് കൃപ സ്വീകരിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്യുന്നത് നേരിട്ട് കണ്ട് വിശ്വാസത്തിലേക്ക് വളരുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ ചെല്ലണം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ആ ഒരു പരിമിതിയെ അതിലംഘിക്കുന്നതിന് വേണ്ടി ലോകത്ത് എവിടെയായിരിക്കുന്നവനും ഏത് സമയത്തും അതേ അനുഭവം ഉണ്ടാകാൻ ഈശോ ജീവിച്ചിരുന്ന കാലത്ത് അവനെ കാണുകയും കേൾക്കുകയും അടുത്തിരിക്കുകയും ചെയ്തവർക്കുണ്ടായ അതേ അനുഭവം ഒന്നും ചോർന്നു പോകാതെ ഇന്ന് ഇവിടെ ജീവിക്കുന്ന എനിക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന എല്ലാവർക്കും തരുന്നതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിൽ കണ്ടെത്തിയ മാർഗമാണ് മൂന്നാമത്തെ അവതാരം. ആ അവതാരത്തിൻ്റെ പേരാണ് അപ്പാവതാരം. അതോടെ ദൈവം അടുത്ത് ആയിരിക്കുന്ന അനുഭവം സകല മനുഷ്യർക്കും ലഭിക്കാനിടയായി. മനുഷ്യാവതാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ മനുഷ്യൻ്റെ സ്ഥലകാല പരിമിതികളിലേക്ക് ദൈവം ഇറങ്ങി വന്നതാണ് മനുഷ്യാവതാരം എന്ന് പറഞ്ഞു. എന്നാൽ അപ്പാവതാരത്തിലേക്ക് വരുമ്പോൾ എൻ്റെ സ്ഥലകാല പരിമിതികളിലേക്ക് എൻ്റെ ദൈവം ഇറങ്ങി വന്നതാണ് അപ്പാവതാരം. പറയാൻ നോക്കിക്കേ, എൻ്റെ സ്ഥലകാല പരിമിതികളിലേക്ക് പറഞ്ഞ്, എൻ്റെ സ്ഥലകാല പരിമിതികളിലേക്ക് എൻ്റെ ദൈവം ഇറങ്ങി വന്നതാണ് അപ്പാവതാരം. അപ്പം അങ്ങനെയെങ്കിൽ അവൻ എൻ്റെ സ്ഥലകാല പരിമിതികളിലേക്ക് വരുമ്പോൾ ഞാൻ അവനെ തിരിച്ചറിയണം. എങ്ങനെയാണ് ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയുക? ഈശോ മനുഷ്യനായി ഈ ഭൂമിയിലായിരുന്ന കാലത്ത് അവനെ കണ്ടവർക്കെല്ലാം അവൻ ദൈവപുത്രനാണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കിയവർക്കെല്ലാം ഈശോ ദൈവപുത്രനായിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ്
ഈശോ അപ്പമായി അവതാരമെടുക്കുന്ന സമയത്ത് ഈ തിരുവോസ്തി കണ്ട എല്ലാവർക്കും അത് ഈശോയാണെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുന്നവർക്ക് ഈശോ സത്യമായും ദൈവപുത്രനായ ഈശോ തന്നെയാണ് ഈ തിരുവോസ്തിയിലുള്ളത് എന്ന് അയാൾക്ക് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് മർമ്മപ്രധാനമായ കാര്യം വിശ്വാസത്തിൻ്റെ കണ്ണിന് വെളിച്ചമുണ്ടാകുക എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകൾക്ക് വെളിച്ചം കിട്ടുന്നത് വരെ നമുക്ക് പരിശുദ്ധ കുർബാനയിൽ ആഴമായി വിശ്വസിക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ കണ്ണുകൾക്ക് വെളിച്ചം തരണമേ എന്ന നിരന്തരമായ പ്രാർത്ഥന. സത്യമായും ഈശോ പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ് എന്ന ആ ഒരു വലിയ ബോധ്യം നമുക്ക് കിട്ടുന്നതിന് വേണ്ടി തീക്ഷ്ണമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് പറയുക. ദൈവവും മനുഷ്യനും ഒന്നിച്ചിരിക്കേണ്ടവരും ഒന്നായിത്തീരേണ്ടവരുമാണ്. ദൈവവും മനുഷ്യനും ഒന്നിച്ചിരിക്കേണ്ടവരും ഒന്നായിത്തീരേണ്ടവരുമാണ്. ഒന്നിച്ചിരിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായത്. ഒന്നായിത്തീരാൻ വേണ്ടിയാണ് ദൈവം അപ്പമായി മാറിയത്. അപ്പോൾ ഒരു പടി കൂടെ വളരുകയാണ്. ഒന്നിച്ചിരിക്കാൻ വേണ്ടി, മനുഷ്യൻ്റെ കൂടെയായിരിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനായി. മനുഷ്യനെ തന്നോട് ചേർത്തിരുത്താൻ വേണ്ടി, തൻ്റെ സാന്നിധ്യാനുഭവം നൽകുന്നതിന് വേണ്ടി ദൈവം മനുഷ്യനായി. എന്നാൽ അതിനേക്കാൾ ഒരു പടി കൂടെ വളർന്ന് ദൈവത്തോട് ചേർന്നിരിക്കുക മാത്രമല്ല, ദൈവത്തിൽ അലിഞ്ഞു ചേരത്തക്ക വിധത്തിൽ, ഒന്നായി തീരത്തക്ക വിധത്തിൽ മനുഷ്യനെ വളർത്താൻ വേണ്ടിയാണ് ദൈവം അപ്പമായി മാറിയത് എന്ന് അറിയുക. മനുഷ്യനോട് ഒന്നിച്ചിരിക്കാൻ ദൈവം മനുഷ്യനായി. സകല മനുഷ്യരോടും ഒന്നായിത്തീരുവാനും, മനുഷ്യനോട് എപ്പോഴും ഒപ്പമാകാൻ, സാന്നിധ്യാനുഭവം നൽകുവാനും, മനുഷ്യനെ തന്നോട് ഒപ്പമാക്കാനും വേണ്ടിയാണ് അവൻ അപ്പമായി മാറിയത്. തന്നോളം വളർത്തുകയാണ്. ദൈവത്തോളം മനുഷ്യൻ വളരുന്നത് ഈശോയെ ഭക്ഷിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളെ ദൈവത്തോളം വളർത്തുകയാണ് പരിശുദ്ധ കുർബാനയിൽ. അതാണ് ദൈവത്തിൻ്റെ മൂന്നാമത്തെ അവതാരം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ബൈബിളിൽ തുറന്നു വെക്കുക. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇത് ഈശോ പറയുന്നത് കഫർനാവിലെ സിനഗോഗിൽ വെച്ചാണ്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ആഴമായ ബോധ്യങ്ങളില്ലാതെ ജീവിക്കുന്ന വ്യക്തികൾ പലപ്പോഴും ചോദിക്കും, പരസ്യജീവിത കാലത്ത് ഈശോ ദൈവരാജ്യത്തിൻ്റെ മഹാരഹസ്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി പല പ്രതീകങ്ങളും ഉപമകളും ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ട്. ബൈബിളിൽ പുതിയ നിയമത്തിൽ അത്തരം ധാരാളം ഉപമകളും പ്രതീകങ്ങളും ഉണ്ട് എന്നത് സത്യം. അതേപോലെ ഈശോ പറഞ്ഞ ഒരു പ്രതീകം മാത്രമല്ലേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ് എന്ന് പറഞ്ഞത്? അതൊരു നിർണായകമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയിൽ സത്യമായും അവൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് ഒരാൾക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുക. ദൈവരാജ്യത്തിൻ്റെ മഹാരഹസ്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി സുവിശേഷങ്ങളിൽ ഈശോ ഉപയോഗിച്ചിട്ടുള്ള വളരെ ശ്രദ്ധേയമായ ചില പ്രതീകങ്ങളിലൂടെ ഒന്ന് പെട്ടെന്ന് കടന്നു പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൽ ഞാൻ നല്ല ഇടയനാണ്, 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു.
മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹം ഒരാൾക്കും ഈ ലോകത്ത് ചെയ്യാനില്ല, കാണിക്കാനില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ ആ ഒരു വചനം പറഞ്ഞത്. അതേപോലെ ഈശോ പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാണ്. ദൈവത്തോട് ചേർന്നിരിക്കാതെ മനുഷ്യന് ഫലം പുറപ്പെടുവിക്കാനാവില്ല എന്നും ദൈവത്തെ കൂടാത്ത അധ്വാനങ്ങളെല്ലാം പാഴ്വേലകളാണെന്നും ദൈവകൃപയില്ലാത്ത അധ്വാനങ്ങൾ ഫലദായകമാകുക ഇല്ല എന്നും അക്ഷരാർത്ഥത്തിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈശോ അങ്ങനെ പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൻ്റെ പ്രകാശമാണ് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പ്രതീകാത്മകമായി പറഞ്ഞതാണ്. ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അതേപോലെയുള്ള ഒരു പ്രതീകാത്മകമായ സംഭാഷണമായിരുന്നു പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ പറഞ്ഞപ്പോൾ നടത്തിയത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു 35-ാം വാക്യത്തിൽ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ളപ്പം ഞാനാണ്. ഈ വാക്യം എത്ര തവണയാണ് സുവിശേഷങ്ങളിൽ ആവർത്തിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6:51 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. വളരെ വ്യക്തമായ ഭാഷയിൽ ഈശോ പറയുകയാണ്. തിരുവചനങ്ങളിലെ പ്രതീകങ്ങളെ പ്രതീകമായും യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായും കാണണം. തിരുവചനങ്ങളിലെ പ്രതീകങ്ങളെ പ്രതീകമായി കാണണം. തിരുവചനങ്ങളിലെ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായി കാണണം. എങ്ങനെയാണ് ഇതിനെ വേർതിരിച്ച് എടുക്കാനായിട്ട് കഴിയുക? തിരുവചനങ്ങളിലെ ഓരോ വാക്കും പറഞ്ഞ സാഹചര്യവും പശ്ചാത്തലവും നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത്, എന്ത് കാര്യത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് തുടങ്ങിയ അതിൻ്റെ ബൈബിൾ പശ്ചാത്തലം നമ്മൾ അറിയുക. ഒന്ന്. രണ്ടാമതായി, ഈശോ ഇത് പറഞ്ഞപ്പോൾ ഈശോയുടെ കേൾവിക്കാർ, ഈശോ പറഞ്ഞത് കേട്ടവർക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ബൈബിളിൽ അതേക്കുറിച്ച് എന്താണ് പരാമർശങ്ങൾ ഉള്ളത്? ഈശോ പറഞ്ഞപ്പോൾ ഈശോയുടെ കേൾവിക്കാർ എങ്ങനെയാണത് മനസ്സിലാക്കിയത്? മൂന്നാമതായി, ഈ പ്രബോധനത്തോട് ശ്രോതാക്കൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? മനസ്സിലാക്കിയത് എങ്ങനെയാണ് അവരതിനോട് പ്രതികരിച്ചത്? ഞാൻ ജീവൻ്റെ അപ്പമാണെന്ന് ഈശോ കഫർനാമിലെ സിനഗോഗിൽ വെച്ച് പറഞ്ഞപ്പോൾ അത് കേട്ടവർക്ക് മനസ്സിലായി ഇത് സാധാരണ അപ്പമല്ല എന്ന്. ഇത് സാധാരണ അപ്പമല്ല. അതുകൊണ്ടാണ് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത് അവരുടെ വിശപ്പടക്കാൻ വേണ്ടി കൊടുത്ത അപ്പത്തെ പോലെ ഒരു അപ്പത്തെക്കുറിച്ചല്ല അവൻ ഇപ്പോൾ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായി. കേൾവിക്കാർക്ക് അപ്പോൾ തന്നെ അത് മനസ്സിലായി, ഇത് സാധാരണ അപ്പത്തെക്കുറിച്ചല്ല. അതുകൊണ്ട് അവരുടെ പ്രതികരണവും വ്യത്യാസമായിരുന്നു. ഇവിടുത്തെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. അവർ പറഞ്ഞത്, ഈ വചനം കഠിനമാണ്, ഇത് ആർക്ക് വിശ്വസിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് അവർ എന്നേക്കുമായി അവനെ വിട്ടുപോയി എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് സന്ദർഭങ്ങളിലൊന്നും ഇതുപോലെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഞാൻ നല്ല ഇടയനാണ് എന്ന് പറഞ്ഞിട്ട് ആരും അവനെ വിട്ടുപോയില്ല. ഞാനാണ് സാക്ഷാൽ മുന്തിരിച്ചെടി എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും അവനെ വിട്ടുപോയില്ല. ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് പറഞ്ഞിട്ട് ആരും അവനെ വിട്ടുപോയില്ല. ഞാനാണ് പ്രകാശം എന്ന് പറഞ്ഞിട്ട് ആരും അവനെ വിട്ടുപോയില്ല. ഞാനാണ് വാതിലെന്ന് പറഞ്ഞിട്ട് ആരും അവനെ വിട്ടുപോയില്ല. എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി അവർ പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ പ്രതീകാത്മകമായി പറഞ്ഞതല്ല. പ്രതീകാത്മകമായി പറഞ്ഞതാണെങ്കിൽ വിട്ടുപോകേണ്ട ആവശ്യമില്ല. പ്രതീകാത്മകമായി പറഞ്ഞതല്ല, അവൻ സത്യമായും യഥാർത്ഥത്തിൽ അത് അർത്ഥമാക്കിക്കൊണ്ടു തന്നെയാണ്, ഒരു യാഥാർത്ഥ്യത്തെയാണ് അവൻ അവതരിപ്പിച്ചത് എന്ന് മനസ്സിലാകും. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാമത്തെ വാക്യത്തെ പ്രതീകാത്മകമായിട്ടല്ല, പ്രത്യുത അതൊരു സത്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതും. 6:51 വായിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്.
ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞത് സത്യമായും അവൻ അർത്ഥമാക്കിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. ഇത് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. സ്നേഹമുള്ളിടത്താണ് മനുഷ്യന് ചെറുതാകാൻ പറ്റുക. ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ ശൂന്യനാക്കി നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നതാണ് മനുഷ്യാവതാരം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ശൂന്യവൽക്കരണമാണ്. സൃഷ്ടാവ് സൃഷ്ടിയായി മാറിയതാണ് മനുഷ്യാവതാരം. എന്നാൽ ഒരു പടി കൂടെ കടന്ന് അതിനേക്കാളും ദൈവം താഴേക്ക് ഇറങ്ങി വന്നതാണ് അപ്പാവതാരം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നതിൻ്റെ കാരണം സൃഷ്ടാവ് സൃഷ്ടിയായതാണ് മനുഷ്യാവതാരം എങ്കിൽ ഇവിടെ സൃഷ്ടാവ് സൃഷ്ടിയുടെ സൃഷ്ടിയായി മാറിയതാണ് അപ്പാവതാരം. ഇതിനേക്കാൾ ചെറുതാകാനാകാത്ത വിധം ദൈവം ചെറുതായതാണ് അപ്പാവതാരം. അങ്ങനെ ഇത്രയും അവൻ ചെറുതായപ്പോൾ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങൾ അതിൻ്റെ പരമകോടിയിലെത്തുകയായിരുന്നു. ഇപ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് മാത്രമല്ല, അവൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലായി. മനുഷ്യാവതാരത്തിൽ ദൈവം കൂടെയുള്ള അനുഭവം, എമ്മാനുവേൽ അനുഭവം. എന്നാൽ അപ്പാവതാരത്തിലൂടെ നമുക്ക് ലഭ്യമായത് അവൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജീവകോശങ്ങളിൽ അവൻ അലിഞ്ഞു ചേർന്ന്, അപ്പമായി എന്നിലേക്ക് വന്ന് എൻ്റെ ജീവകോശങ്ങളിൽ അലിഞ്ഞു ചേർന്ന് അവൻ എൻ്റെ ശരീരത്തിൻ്റെയും അവൻ എൻ്റെ ജീവിതത്തിൻ്റെയും ഭാഗമായി മാറുന്നു. ഇത് സംഭവിച്ചത് എപ്പോഴാണ്? അപ്പാവതാരത്തിലാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിലാണ് ഏറ്റവും വലിയ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ദൈവസ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും പരപ്പും എല്ലാം വ്യക്തമാകുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. പരിശുദ്ധ കുർബാനയിൽ മാത്രമാണ്. എൻ്റെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ മാത്രം ചെറുതായ ഈ ദൈവത്തെ, പരിശുദ്ധ കുർബാനയിലുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുമ്പോഴാണ് ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹിതരായി നമ്മൾ മാറുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ആരാധകരായി നമ്മൾ മാറുന്നത്. അപ്പോഴാണ് ദിവ്യകാരുണ്യ പ്രേക്ഷിതരായി നമ്മൾ രൂപാന്തരപ്പെടുന്നത്. പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ ഭാഗ്യം ദിവ്യകാരുണ്യത്തിൻ്റെ കൂടെയായിരുന്ന് ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ച് വിശ്വാസത്തോടെ ദിവ്യകാരുണ്യത്തെ ആരാധിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ പ്രഘോഷകരും പ്രചാരകരുമായി എല്ലാവരും ദിവ്യകാരുണ്യ ഈശോയെ അറിയണം, എല്ലാവരും ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിക്കണം, എല്ലാവരും ദിവ്യകാരുണ്യ ഈശോ നൽകുന്ന കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് നിത്യജീവനിലേക്ക് വളരണം. ഒരു ദിവ്യകാരുണ്യ പ്രേക്ഷിതൻ്റെ ഉള്ളിലുണ്ടാകുന്ന തീവ്രമായ മോഹം അതാണ്, അതുമാത്രമാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ദൈവം നൽകുന്ന ഈ അമൂല്യമായ സാഹചര്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് സ്നേഹിച്ച് ആരാധിച്ച് ജീവിക്കുവാൻ വേണ്ടി നൽകിയതാണ് പരിശുദ്ധ കുർബാന എന്ന് തിരിച്ചറിയുക. 2000 ആണ്ടിലെ പെസഹ വ്യാഴാഴ്ച ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കത്തോലിക്കാ സഭയിലുള്ള മുഴുവൻ വൈദികർക്കും വേണ്ടി എഴുതിയ ഒരു കത്തിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ദൈവപുത്രൻ്റെ ജന്മസ്ഥലമായ സെഹിയോൻ ഊട്ടുശാലയിൽ ഇരുന്നു കൊണ്ടാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് എന്ന്. എങ്ങനെയാണ് പറഞ്ഞത്? ദൈവപുത്രൻ്റെ ജന്മസ്ഥലമായ സെഹിയോൻ ഊട്ടുശാലയിൽ ഇരുന്നു കൊണ്ടാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കണക്കാക്കിക്കൊണ്ടിരുന്നത് ദൈവപുത്രൻ്റെ ജന്മസ്ഥലം എന്ന് പറഞ്ഞാൽ ബേത്ലഹേം എന്നാണ്. എന്നാൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് ദൈവപുത്രൻ്റെ ജന്മസ്ഥലമായ സെഹിയോൻ ഊട്ടുശാലയിൽ വെച്ചാണ് ഞാൻ ഇത് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യാവതാരം നടന്നത് ബേത്ലഹേമിലാണെങ്കിൽ
അപ്പാവതാരം നടന്നത് ബേത്ലഹേമിലല്ല, സെഖേനൂട്ടിശാലയിലാണ്. പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ഇടം സെഖേനൂട്ടിശാലയാണ്. അതുകൊണ്ടാണ് അത് ദൈവപുത്രൻ്റെ ജന്മസ്ഥലമാണ് എന്ന് മാർപ്പാപ്പ പറയാനുള്ള കാരണം. ദൈവപുത്രൻ്റെ മൂന്നാമത്തെ അവതാരമായ പരിശുദ്ധ കുർബാന ആരംഭിച്ചത് സെഖേനൂട്ടിശാലയിലും അത് പൂർത്തിയായത് കാൽവരി മലയിലും അത് ഇന്നും തുടരുന്നത് കത്തോലിക്ക സഭയിലെ അൾത്താരകളിലുമാണ്. ഒരേ യാഥാർത്ഥ്യം. അപ്പോൾ എന്താണ് അൾത്താരയിൽ നടക്കുന്നത് എന്നതിൻ്റെ സൂചന, അന്ന് സെഖിയോനൂട്ടിശാലയിൽ ആരംഭിച്ച ക്രിസ്തുവിൻ്റെ കുർബാന കാൽവരിയിൽ പൂർത്തിയായത് ഇന്ന് അൾത്താരയിൽ തുടരുകയാണ്. ഒരേ ബലി. ആ ഒരു ബലിയെക്കുറിച്ചാണ് ആഴങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ട്. ഹെബ്രായ ലേഖനത്തിൽ ലേഖനകർത്താവ് 10-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തി: എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏക ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അവിടെ ഓർമ്മിക്കേണ്ട കാര്യം, സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏക ബലിയായിരുന്നു കാൽവരിയിൽ ക്രിസ്തു പൂർത്തിയാക്കിയ ബലി. ആ ബലിയാണ് ഇന്ന് അൾത്താരയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഹെബ്രായ ലേഖനത്തിൻ്റെ 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. മനുഷ്യനെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നത് ഈ പരിശുദ്ധ കുർബാനയാണ്. അത് ആരംഭിക്കുന്ന നിമിഷത്തിലേക്ക് നമ്മൾ വരികയാണത്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 26-ാം അധ്യായം 26-ാം വാക്യം ബൈബിൾ എടുത്ത്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 26-ാം അധ്യായം 26-ാം വാക്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ അത് എൻ്റെ കൂടെ വായിക്കാൻ ശ്രമിക്കുകയും. അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു: വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. ഏതാണ് വാക്യം? മത്തായിയുടെ സുവിശേഷം. എല്ലാവരും പറഞ്ഞേ, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 26. ഒന്നും കൂടെ നമുക്ക് വായിക്കാം. കാരണം അതാണ് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന നിമിഷത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ വാക്യം. അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു: വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. ഇനി ഇങ്ങോട്ട് നോക്കുക. വളരെ പ്രത്യേകമായി ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിലാണ് ഈശോ അപ്പം കയ്യിലെടുത്തത്. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് സൂചിപ്പിക്കുന്നിടത്ത് വളരെ വ്യക്തമായി പറയുന്നു: അവൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി മനസ്സ് മുറിഞ്ഞ രാത്രിയാണ്. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോയുടെ ചങ്ക് തകർന്ന രാത്രിയാണ്. അതാണ് മനസ്സ് മുറിഞ്ഞ രാത്രി. മനസ്സ് മുറിയുന്ന രാത്രികളിൽ കയ്യിലെടുക്കേണ്ടത് വിഷമല്ല. മനസ്സ് മുറിയുന്ന നിമിഷങ്ങളിൽ കയ്യിലെടുക്കേണ്ടത് കയറല്ല. മനസ്സ് മുറിയുന്ന നിമിഷങ്ങളിൽ കയ്യിലെടുക്കേണ്ടത് മദ്യമല്ല. മനസ്സ് മുറിയുമ്പോൾ കയ്യിലെടുക്കാൻ വേണ്ടി തമ്പുരാൻ കയ്യിലേക്ക് വെച്ച് തന്നത് പരിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അവൻ അപ്പം എടുത്ത് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു: വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. ഉണ്ടാകട്ടെ എന്ന ഒരൊറ്റ വചനം കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ദൈവത്തിന് ഇതെൻ്റെ ശരീരമാണ് എന്ന ഒരു വാക്കുകൊണ്ട് തൻ്റെ കയ്യിലെ അപ്പത്തെ അവൻ്റെ ശരീരമാക്കി മാറ്റാൻ ദൈവപുത്രന് സാധിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ സത്യമായും അവൻ്റെ തിരുശരീര രക്തങ്ങളാണ് അവൻ നമുക്കായി പങ്കുവെച്ച് തരുന്നതെന്ന്. ഇതാണ് എൻ്റെ മുറിയപ്പെട്ട മനസ്സുകൾക്കും എൻ്റെ തകർന്ന ജീവിതത്തിൻ്റെ ബലവുമായി മാറാനുള്ളത്.
ഇത് ദൈവം തന്ന സ്വർഗത്തിൽ നിന്ന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം. ഇത് പരിശുദ്ധ കുർബാനയിൽ സത്യമായും അവനുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം ആരംഭിക്കുന്നത് 2 അടയാളങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ്, 2 അത്ഭുതങ്ങൾ വിവരിച്ചുകൊണ്ടാണ്. ഒന്നാമത്തത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതമുണ്ട്. അതിൽ എന്താണ് ഈശോ അതിലൂടെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്? ഒറ്റ വാക്കിൽ അതിന് ഉത്തരം പറയാൻ കഴിയും. ഈ ദൈവം ആശീർവദിച്ചാൽ, ഈശോ ആശീർവദിച്ചാൽ അപ്പത്തിന് മാറ്റം വരും. ദൈവം ആശീർവദിച്ചാൽ അപ്പത്തിന് മാറ്റം വരും. ഇതാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതത്തിലൂടെ ഈശോ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. കാരണം പരിശുദ്ധ കുർബാനയിലേക്ക് എത്തുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഈശോ ആശീർവദിക്കുന്നു, അപ്പത്തിന് മാറ്റം വരുന്നു. രണ്ടാമതായി കടലിന് മീതെ നടക്കുന്ന അത്ഭുതമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുക. അവിടെ എന്താണ് നമ്മൾ ഈശോ പഠിപ്പിക്കുന്നത്? പ്രപഞ്ചത്തിൻ്റെ ഉടയവന് പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അതീതമായി ജീവിക്കാൻ കഴിയും, അതീതനായി ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിൻ്റെ ഉടയവനായ ദൈവം വെള്ളത്തിന് മീതെ ശാന്തമായി നടന്നു പോയി. അപ്പം ദൈവത്തിന് തൻ്റെ ശരീരത്തെ ഈ ദൈവത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് മാറ്റാൻ സാധിക്കും എന്ന വലിയ ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകിയതിന് ശേഷമാണ് ദൈവമായ കർത്താവ് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആഴമായ പഠനങ്ങൾ നമുക്ക് നൽകിയത്. ദൈവത്തിൻ്റെ വചനത്തിന് മനുഷ്യനാകാൻ കഴിയുമെങ്കിൽ മനുഷ്യനായി അവതാരമെടുത്ത ദൈവപുത്രന് അപ്പമായി മാറാൻ പറ്റും. അത് യുക്തിഭദ്രമാണ്. നമ്മുടെ വിശ്വാസം യുക്തിരഹിതമായ വിശ്വാസമല്ല, യുക്തിഭദ്രമാണ്. കാരണം ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മനുഷ്യൻ്റെ രൂപമെടുക്കാൻ സാധിക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ വചനം മാംസം ധരിച്ച ക്രിസ്തുവിന് തൻ്റെ ശരീരത്തെ അപ്പമാക്കി രൂപാന്തരപ്പെടുത്താൻ കഴിയും. അപ്പത്തിൻ്റെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെ സത്ത മുറിക്കപ്പെട്ട അപ്പത്തിൻ്റെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ഇതാണ് സത്താമാറ്റം എന്ന പേരിൽ സഭ പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ പ്രമേയം. ഇതെന്തിനു വേണ്ടിയാണ്? നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകരുത് എന്ന ദൈവപിതാവിൻ്റെ തിരുഹിതം നിറവേറ്റാൻ അനന്തജ്ഞാനിയും സർവശക്തനുമായ ദൈവം കണ്ടെത്തിയ മാർഗമാണ് അപ്പമായി മാറുക എന്നത്. ഇത് ദൈവത്തിൻ്റെ തിരുഹിതമാണ്, ദൈവത്തിന് ഇത് സാധ്യമാണ്. അത്താഴത്തിൽ അപ്പം തൻ്റെ നിർമ്മലമായ കരങ്ങളിലെടുത്ത് ഇത് എൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞത് ഈശോയാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് അതേപോലെ സംഭവിച്ചിരിക്കും. ഇത് ദൈവത്തിൻ്റെ വചനമാണ് എന്നതാണ് പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാനുള്ള ഏക കാരണം. എല്ലാ ചോദ്യങ്ങളും അവിടെ അവസാനിക്കും. ഇത് ദൈവം പറഞ്ഞതാണ്, ദൈവത്തിന് ഇത് സാധ്യമാണ്, അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തുള്ളവർക്കും ഈശോയുടെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം തരാൻ, എല്ലാ വ്യക്തികളുടെ ഉള്ളിലും ഈ ദൈവത്തിന് ജീവിക്കാൻ, എല്ലാ മനുഷ്യരെയും ദൈവത്തോളം വളർത്താൻ, എല്ലാ മനുഷ്യർക്കും മനസ്സിന് സൗഖ്യം നൽകാൻ, ശരീരത്തിന് സൗഖ്യം നൽകാൻ, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ബലം നൽകാൻ ദൈവം കണ്ടെത്തിയ മാർഗമാണത്. അത് ദൈവത്തിന് സാധ്യമാണ്. ദൈവം അങ്ങനെ ചെയ്തു. അതിനുള്ള കഴിവും ദൈവത്തിനുണ്ട്. അതുകൊണ്ട് ബാഹ്യമായി കാണുന്ന ഈശോയുടെ മനുഷ്യരൂപത്തിലും അപ്പത്തിൻ്റെ രൂപത്തിലും ദൈവപുത്രനെ തിരിച്ചറിയാൻ ഒരുപോലെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടണം. മനുഷ്യരൂപത്തിലായിരുന്നപ്പോൾ ക്രിസ്തുവിനെ കണ്ടവർക്ക് അവൻ ദൈവപുത്രനാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്നതുകൊണ്ടാണ്. അതേപോലെ പരിശുദ്ധ കുർബാനയിൽ ഈശോയെ തിരിച്ചറിയാൻ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടണം. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായത്തിൽ
24-ാം അധ്യായം 30-31 വചനങ്ങൾ എമ്മാവൂസ് അനുഭവത്തെക്കുറിച്ചാണ് പറയുക. അവരോടൊപ്പം ഭക്ഷണത്തിലിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുൻപിൽ നിന്ന് അപ്രത്യക്ഷനായി. ഈശോ അപ്രത്യക്ഷനായത് മുറിക്കപ്പെട്ട അപ്പത്തിൻ്റെ ഉള്ളിലേക്കാണ്. അവൻ അപ്രത്യക്ഷനായി, അവനെ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവൻ അപ്രത്യക്ഷനായത് മുറിക്കപ്പെട്ട അപ്പത്തിൻ്റെ ഉള്ളിലേക്കാണ്. ദൈവവചനത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താലും അൾത്താരയിലെ അപ്പവും വീഞ്ഞും പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുശരീര രക്തങ്ങളായി രൂപാന്തരപ്പെടുന്നു. ഇത് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒന്ന് പരിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ വിശ്വാസമാണ്. ഈ വിശ്വാസത്തിലാണ് ക്രൈസ്തവർ തങ്ങളുടെ ജീവിതം പടുത്തുയർത്തുന്നത്. ഉറപ്പുള്ള ഈ അടിത്തറയിൽ പടുത്തുയർത്തിയ വിശ്വാസ ജീവിതങ്ങൾ ഒരിക്കലും ഇളകുകയില്ല. ഈ അടിത്തറ ഇളകുമ്പോഴാണ് ജീവിതം അടിപതറുന്നത്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിലാണ് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇത് സത്യമാണെന്ന് വിശ്വസിച്ച് പരിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിൻ്റെ തിരുസാന്നിധ്യം അനുഭവിച്ച് അവിടുത്തെ തിരുശരീര രക്തങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ സത്യമായും ജീവനുള്ള ദൈവം എൻ്റെ ഉള്ളിലേക്ക് വന്ന് എന്നെ വിശുദ്ധീകരിച്ച് എന്നെ പുണ്യത്തിൽ വളർത്തി എന്നെ നിത്യതയോളം വളർത്തുകയാണ് എന്ന തിരിച്ചറിവ് പരിശുദ്ധ കുർബാനയോടുള്ള അഗാധമായ വിശ്വാസവും അഗാധമായ സ്നേഹവും അഗാധമായ ഭക്തിയും പരിശുദ്ധ കുർബാന ജീവിക്കാനുള്ള കരുത്തും ഈ ആഴമായ ബോധ്യം നമുക്ക് നൽകും. അതിനുവേണ്ടി തീർച്ചയായും കർത്താവിനോട് കൂടുതൽ തീഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. മനുഷ്യാവതാരമെടുത്ത കർത്താവിനെ വിശ്വസിച്ചതിനേക്കാൾ പ്രയാസമാണ് അപ്പാവതാരമെടുക്കുന്ന ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ, ദൈവത്തെ വിശ്വസിക്കാൻ. പക്ഷേ കണ്ണുകൾക്കപ്പുറത്ത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾക്ക് തുറവി കിട്ടുമ്പോൾ സത്യമായും ഈശോയുടെ സാന്നിധ്യം നമുക്ക് പരിശുദ്ധ കുർബാനയിൽ അനുഭവിക്കുവാൻ സാധിക്കും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ഉറപ്പ് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.